നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ ദിവസം മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു. നിമിഷപ്രിയയ്ക്ക് രണ്ടാം ജന്മം കിട്ടിയ ദിവസം. ഇന്ന് വധിക്കാനിരിക്കെ ഇന്നലെ വധശിക്ഷ നീട്ടിവെച്ച തീരുമാനം വളരെ ആശ്വാസകരമായിരുന്നു. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെന്ന ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചതോടെ മലയാളികൾക്ക് വളരെ ഒരു ആശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് നിമിഷയ്ക്കും നിമിഷയുടെ കുടുംബത്തിനും അത് വലിയൊരു ആശ്വാസമായി മാറി. യമൻ കോടതിയുടെ വിധി പകർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചായിരുന്നു കാന്തപുരം ഈ വിവരം പങ്കുവച്ചത്. പ്രാർത്ഥനകൾ ഫലം കാണുന്നുവെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി കിട്ടിയിട്ടുണ്ടെന്നുമായിരുന്നു കാന്തപുരം FBയിൽ കുറിച്ചത്. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അല്ലാഹുവിന്റെ കരുണാകടാക്ഷം ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം കുറിച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് വിധിപ്പകർപ്പിലുള്ളത്. എന്നാൽ കേസ് ഇനി എന്ന് പരിഗണിക്കുമെന്ന് ഉത്തരവിലില്ല. എന്നത്തേക്ക് മാറ്റിയെന്നും ഉത്തരവിലില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിൽ തുടർന്നും ഇടപെടൽ നടത്തുമെന്ന് കാന്തപുരം വ്യക്തമാക്കി. കുടുംബവുമായി ദയാധനത്തിൽ ചർച്ച നടക്കുന്നെന്നും കോടതിയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ തീരുമാനമാകുന്നതുവരെ വധശിക്ഷ നടപ്പിലാക്കരുതെന്നായിരുന്നു ഹർജി നൽകിയത്. ഇത് അംഗീകരിച്ചാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചതെന്നാണ് വിവരം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു നിമിഷപ്രിയ. ഇന്നാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത്. ഇതിനിടയിലാണ് കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ യമനിലെ മതപണ്ഡിതൻ വഴിയുള്ള ഇടപെടൽ ഉണ്ടായതും കോടതി വധശിക്ഷ നീട്ടിവെച്ചതും. സെയ്ദ് ഉമർ ഹഫീസ് എന്ന യമൻ സുന്നി പണ്ഡിതൻ മുഖേനയാണ് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ നിമിഷപ്രിയ മോചന സഹായ സമിതിക്ക് അവസരം കിട്ടിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സഹായികൾ നേരത്തെ അറിയിച്ചിരുന്നു. തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുവാൻ നേരത്തെ നിയമസഹായ സമിതിക്ക് കഴിഞ്ഞിരുന്നില്ല. തലാലിന്റെ സഹോദരനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ പ്രതീക്ഷയുണ്ടെന്നും ചർച്ച തുടരുകയാണെന്നും കാന്തപുരം വിഭാഗം അറിയിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരും. വധശിക്ഷ നീട്ടിവെച്ചിട്ടേയുള്ളൂ. നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യം മുന്നിലുണ്ട്. അതിനായുള്ള ചർച്ചകൾ ഇനി പുരോഗമിക്കും. ദയാധനം സ്വീകരിക്കുന്നതിൽ കൂടി അന്തിമ തീരുമാനത്തിലെത്തലാണ് അടുത്ത ഘട്ടം. വിഷയത്തിൽ ഇടപെട്ടതായി കാട്ടി കൂടുതൽ പേർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സംസാരിച്ചതായി അവകാശപ്പെട്ട് സൗദിയിലെ മലയാളി വ്യവസായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഴി നടത്തിയ ചർച്ചകളും വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യത്തിലാണ് പലരും അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു മുൻകൈ എടുത്തത് അത് ചാണ്ടി ഉമ്മൻ MLA ആണ്. അതിനുശേഷം അബൂബക്കർ മുസ്ലിയാർ എത്തുന്നു. അതുമാത്രമല്ല, ഒരു അമ്മയുടെ പോരാട്ടവും കൂടി ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. മകളെ വിട്ടുകിട്ടാനുള്ള അമ്മയുടെ പോരാട്ടം, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് നയിക്കുന്നത്. യമനി പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കവെയാണ് അനുകൂലമായ ഒരു പ്രതീക്ഷയുടെ കിരണം എന്ന പോലെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്ന ഒരു അറിയിപ്പ് നിമിഷപ്രിയയെ തേടിയെത്തുന്നത്. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവയ്ക്കാൻ ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് യമനി കോടതി ഉത്തരവ് നൽകിയത്. ശിക്ഷ മാറ്റിവെച്ചെന്ന കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണുള്ളത്. എന്നാൽ പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വധശിക്ഷയ്ക്ക് തൽക്കാലം പുതിയ തീയതി നിശ്ചയിക്കാത്തതിനാൽ ചർച്ചകൾക്ക് കുറച്ച് സമയം കിട്ടുമെന്നതും ആശ്വാസമാണ്. നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവെച്ചതിൽ പ്രതികരണവുമായി ഈ നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നോക്കാം. മനുഷ്യൻ എന്ന നിലയിലാണ് താൻ ഇടപെട്ടത്. മനുഷ്യന് വേണ്ടി ഇടപെടണം എന്നാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത്. ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്തം ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ തുടർന്നും ഇടപെടുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. യമൻ ജനതയ്ക്ക് സ്വീകാര്യരായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത്. ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു. 2017 ജൂലൈ 25-നാണ് കൊലപാതകം നടന്നത്. യമനിൽ നേഴ്സായിരുന്നു നിമിഷപ്രിയ. സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായം വാഗ്ദാനം ചെയ്തു വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് ഇയാൾ വളരെ മോശമായി പെരുമാറി, അതുകൊണ്ടാണ് തനിക്ക് കൊലപാതകം ചെയ്യേണ്ടി വന്നത് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് നിമിഷപ്രിയയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു. തന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത്.
എന്തായാലും നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ശിക്ഷാവിധിയിൽ നിന്ന് മുക്തി നേടാനുള്ള കൂടുതൽ സമയമാണ് ഇതിലൂടെ നിമിഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുൻകൈയും ഇടപെടലുമാണ്. മനുഷ്യത്വവും സാഹോദര്യവും തുളുമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീരുമാനം. കാന്തപുരത്തെയും നിമിഷപ്രിയയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രശംസിച്ച് ശശി തരൂർ MPയും രംഗത്ത് വന്നിട്ടുണ്ട്. കാന്തപുരം തന്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് മുഖാന്തരം നടത്തുന്ന ഇടപെടൽ പുതിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്നായിരുന്നു ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയകരമാകാൻ കേരളം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നുവെന്നും തരൂർ കുറിച്ചു. മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനും ശ്രമം നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആദരണീയനായ കാന്തപുരം ഉസ്താദെന്നും ശശി തരൂർ പറഞ്ഞു. ശശി തരൂരിന്റെ കുറിപ്പ് ഇപ്രകാരമാണ്: യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ വിവിധ ഇടപെടലുകൾ 2020 മുതൽ നടന്നിട്ടുണ്ട്. യമനിലെ ഇന്ത്യക്ക് ഒരു എംബസിയുണ്ട്. എന്നാൽ യമനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം കാരണം 2015 ഏപ്രിൽ മുതൽ ജിബൂട്ടിയിലെ ഒരു ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് സനയിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഈ അവസരത്തിൽ ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും ജാമിയ മർക്കസ് ചാൻസലറുമായ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് മുഖാന്തരം നടത്തുന്ന ഇടപെടൽ പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയകരമാകാൻ കേരളം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു. മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനും ശ്രമം നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആദരണീയനായ കാന്തപുരം ഉസ്താദ്. എന്തായാലും ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസങ്ങൾ അറിയിച്ചിരുന്നു. യമൻ കോടതിയുടെ വിധിപ്പകർപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. പ്രാർത്ഥനകൾ ഫലം കാണുന്നുവെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചില ഓർമ്മകൾ പങ്കുവച്ച ചില വ്യക്തികളടക്കം രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് എന്തുകൊണ്ട് താൻ കൊലപാതകിയായി എന്ന് നിമിഷ തന്നെ വിശദീകരിക്കുന്ന ഒരു അഭിമുഖ റിപ്പോർട്ട് അന്ന് നിമിഷപ്രിയയുമായി സംസാരിച്ച ഒരു ലേഖകൻ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവച്ചിരുന്നു. ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന എല്ലാ ക്രൂരതകളും സുഹൃത്തായി സഹായിക്കാൻ എന്ന പേരിലെത്തിയ ഒരാളിൽ നിന്നുണ്ടാകുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമാകുക, അയാളെ മയക്കിക്കിടത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരിച്ചെന്ന് സംശയിച്ച് കൊലപ്പെടുത്തേണ്ടി വരിക, ഒടുവിൽ നുറുക്കി കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വിഫലമാകുക, എല്ലാം നിമിഷപ്രിയ വിശദീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.